മൂസാക്ക ഒരു ബോട്ട് എവിടെയാണ് ഉള്ളേ? അല്ലാതെ ഏതാണ്ട് ഇടങ്ങേറി പെട്ടിയെടുക്കാൻ നല്ല തോന്നനെ. വേമ്പിട്. ആ ഭരണേ ഭരണേ വേമ്പിട്. ഡീസൽ തീർന്നതാ. ഇതേതാ സ്ഥലം? ആ മലയാളികളല്ലേ? ആ ഞാൻ ഇവിടെ അങ്ങോട്ട് ചേർത്തടുപ്പിക്ക് കെട്ടിവലിക്കണ്ടായിട്ട് വരും. അഷർബേ ഞാൻ വടം ഇങ്ങനെ എടുത്തേ. ഞാൻ അങ്ങോട്ട് കടക്കട്ടേട്ടാ. എന്നിട്ട് വടം നീ ഇങ്ങോട്ട് ഇറങ്ങി തന്നാ മതി. ആ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഈ കടലിലെ ശൊരിക്കേറ്റ ചില മനുഷ്യർക്ക് ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടാവും. ഏതായാലും നിങ്ങൾ നമ്മുടെ കയ്യിൽ വന്ന് പെട്ടത് അൽഹംദുലില്ലാ വലിയ യോഗമായി പോയി. എഴുങ്ങേറായി പോയല്ലേ? കുഴപ്പമില്ല, നമ്മൾ സ്ഥലത്തെത്തില്ല. ഇട ഒന്ന് വേഗം അങ്ങനെ കേറിയുടെ സോമ. ഇത് പിടിച്ചോളൂ. എവിടെ ഞാൻ പിടിക്കാം. സൂക്ഷിച്ചുകൊണ്ടോണേ. ഇതാണ് നമ്മുടെ മുതലാളിയുടെ ഫാക്ടറി. ഇത്രയും തൊഴിലാളികളുണ്ടെങ്കിലും ഇവിടെ ഒരിക്കലും ഒരു സമരമില്ല, ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും മുതലാളിനെ ഭയങ്കര ജീവനാണ്. സോമ, എന്തോ? ആ ഗസ്റ്റ് ഹൗസിലെ 7ാമത്തെ മുറി കുട്ടിയൊക്കെ എടുത്ത് എന്നിട്ട് ആ ബഡ് ഡോക്ടറോട് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറ. ചെല്ലേ. ശരിക്കാ. ബഡ് ഡോക്ടർ മുതലാളിയുടെ സ്വന്തം ആളാണേ. ഹാ, നിങ്ങൾ ബേജാറാകണേ എന്തിനാണ്? ഓക്ക് കാര്യമായിട്ടൊന്നുമില്ല. വരി, മുതലാളിയെ പരിചയപ്പെടണ്ടേ? വരി വരി വരി. ഇതാണ് ഞങ്ങളുടെ മുതലാളി. ഇതാണ് ഞാൻ പറഞ്ഞ ആ മൂപ്പര്. പേരെന്താ? നജുമുദ്ദീൻ. നജ്മുദ്ദീൻ. മൂസ എല്ലാം എന്നോട് പറഞ്ഞു. പേടിക്കണ്ട, യു ആർ ഇൻ സേഫ് ഹാൻഡ്സ്. ആ കുട്ടിയെ നോക്കാൻ ഡോക്ടർ ഇപ്പോൾ എത്തും. ബട്ട് യു ലുക്ക് മോർ ടയർഡ്. ടേക്ക് എ ബാത്ത്. മാറാൻ ഡ്രസ്സും കൊടുത്തേക്കാം. താങ്ക് യു സർ. എന്താ നജ്മുദ്ദീൻ? ഒന്നുമില്ല സർ. ഹലോ ഹലോ, 66773. കൃഷ്ണവർമ്മ തമ്പുരാൻ ഉണ്ടോ? തമ്പുരാൻ, ഇത് ഞാനാ, ഹരിപ്രസാദ്. എവിടെന്നാ? ഇവിടുന്ന് തന്നെ, ഒരു പബ്ലിക് ബൂത്തിൽ നിന്നാ. തമ്പുരാൻ, ഞാനൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. രക്ഷപ്പെട്ട് ഇവിടെ എത്തിയപ്പോ അഭയം കിട്ടിയത് വീണ്ടും ശത്രുവിന്റെ കയ്യിൽ. വൺ മിസ്റ്റർ ലോറൻസ്. അയാൾ ബാവയുടെ സുഹൃത്താണ്. നീ ആരാണെന്ന് അയാൾക്ക് അറിയാമോ? ഇല്ല, കള്ളപ്പേരാണ് പറഞ്ഞത്. വെരി ഗുഡ്. നീ ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നത്? ഇവിടെ ബാസവപ്പ റോഡിലുള്ള CH ഷോറൂമിന്റെ പിന്നിലുള്ള ബൂത്തിൽ നിന്ന്. ശരി, നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യേ. ആ, ഞാൻ കാർ അയക്കാം. ബെൻസ് കാർ, നമ്പർ KL2D2728. ഓക്കെ. പ്ലീസ് കം.
തുറക്കാൻ ശ്രമിക്കണ്ട. ഡോർ ഇസ് ലോക്ക്ഡ്. റിലാക്സ്. ഒരുപാട് സ്മാർട്ട് ആവരുത്. എല്ലാം നഷ്ടപ്പെട്ടവന്റെ ചങ്കൂറ്റത്തിലാ ഞാൻ. എന്ത് ആയുധം വേണമെങ്കിലും പ്രയോഗിച്ചോളൂ, വിജയിക്കില്ല. ഞാൻ മരിക്കുമായിരിക്കും, എന്നാലും താൻ രക്ഷപ്പെടില്ല. സീ ദാറ്റ് നമ്പർ 66773. ബൂത്തിൽ നിന്നും നീ ഡയൽ ചെയ്ത നമ്പർ. കൃഷ്ണവർമ്മയെ കാണണമല്ലേ? ഞാൻ തന്നെ. കൃഷ്ണപുരം കോവിലകത്തെ മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ നേരെ ഇളയവൻ കൃഷ്ണവർമ്മ ഉത്രാടം തിരുനാൾ. ജാതകമെഴുതിയ പൂവള്ളി തിരുമേനി അന്നേ പറഞ്ഞു അത്രേ, ലഗ്നം ശകടയോഗമാണ്, ജന്മഗ്രഹം വിടും, കുലവും ജാതിയും മാറും. ഇപ്പം ഇതാ ലോറൻസ്, ബോംബെ അധോലോകത്തിന്റെ മംഗലാപുരം ലഫ്റ്റനന്റ്. ബാബയുടെ ഫോൺ കിട്ടിയപ്പോ ആഗതൻ നീയാവുമെന്ന് പ്രതീക്ഷിച്ചു. കണ്ടപ്പോ ഉറപ്പിച്ചു. ഈ ഫോട്ടോ ആരുടേതാണെന്ന് അറിയാമോ? എന്റെ ലക്ഷ്മിക്കുട്ടി, ഇപ്പോ നിന്റെ ഭാര്യ ലക്ഷ്മി. അവൾക്ക് 1 വയസ്സുള്ളപ്പോ എടുത്ത ഫോട്ടോ. കീഴ്ജാതിക്കാരുടെ ഉദ്ധാരണം മേൽജാതിക്കാരൊക്കെ ഒരു ഫാഷനായി കരുതിയ കാലം ഞാനും പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടി. എനിക്ക് മനസ്സറിവില്ലാത്ത ഒരു ബോംബ് കേസിൽ പോലീസ് എന്നെ തേടി കോലോത്തെത്തി. ഏട്ടനറിഞ്ഞു. ജയിലിലായ എന്നെ വിധിപ്രകാരം പിണ്ടം വെച്ച് പുറത്താക്കി. ജയിലിൽ ചാടിയ ഞാൻ പിന്നീട് ഒരിക്കലും പിടികൊടുത്തിട്ടില്ല. ജീവിക്കാനുള്ള തത്രപ്പാടിൽ ലോറൻസായി. ഓണത്തിനും വിഷുവിനുമെല്ലാം ഞാൻ ഒളിച്ചും പതുങ്ങിയും കോലത്തെത്തുമായിരുന്നു എന്റെ ലക്ഷ്മിക്കുട്ടിയെ കാണാൻ. ആഹാ, പഠിച്ചോനെ, ഇപ്പൊ നിങ്ങള് രണ്ടും ഒന്നായി, ഞമ്മള് പുറത്തും. ഇത് മൂസാക്ക, എന്റെ ബിസിനസ് പാർട്ട്ണർ. ക്ഷമിച്ചോളാം മോനെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി മൂസാക്ക കിട്ടിയ ഒരു ഫാൻസി ഡ്രസ് ആണത്. അത് ഇവൻ പറഞ്ഞിട്ട്. ജൂലിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നത്തിങ് സീരിയസ്. ഷോക്ക് ശരിക്കും തട്ടിയിട്ടുണ്ട്. ട്രിപ്പ് കൊടുത്ത് കിടത്തിരിക്കുക. ഏത് നിമിഷവും ബോധം തെളിയാം. Daddy. Mommy. No! എന്നിൽ നിന്ന് രക്ഷപ്പെടാനോ? എടി, നിന്നെ കൊല്ലണമായിരുന്നെങ്കിൽ അതെനിക്ക് എന്നെ കഴിയുമായിരുന്നു. നിനക്ക് ബോധം വീഴുന്നതിന് മുമ്പ് ഇന്നലെ നടുക്കടലിൽ കൊന്ന് വലിച്ചെറിയാമായിരുന്നു. എന്റെ വാക്കുകൾക്ക് നീ എന്നും കാതടച്ചിട്ടേ ഉള്ളൂ. ഇനി നീ കേട്ടല്ല, തൊട്ടറിയണം, കണ്ടറിയണം. നോക്ക്. ജൂലി, ലക്ഷ്മി, ലക്ഷ്മി, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെന്റെ ലക്ഷ്മി തന്നെ. യെസ്, ഐ ആം അലൈവ്. നീ ഉണരാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പാതി മയക്കത്തിൽ എന്നെ കണ്ടാൽ
നീ ഭയക്കൊന്ന് ഹരിയേട്ടൻ പറഞ്ഞു. ഈ സ്ഥലം ഇതെവിടെയാണ്? മംഗലാപുരം, എന്റെ ചെറിയച്ഛന്റെ വീട്. ചെറിയച്ഛനോ? അതൊക്കെ പറയാം. ബട്ട് ഹൗ? ഞാൻ എന്റെ കണ്ണോട് കണ്ടതല്ലേ നീ കത്തി എരിഞ്ഞ് അലറി നിലവിളിച്ചത്. ഒരു തീപ്പൊള്ളലിന്റെ പാട് പോലുമില്ല. അപ്പോ അന്ന് മരിച്ച സ്ത്രീ ആരാണ്? ആരോ, പേരെനിക്കറിയില്ല. ഹരി എന്തിനാ അവരെ കൊന്നത്? കൂടെ ഡോക്ടർ ശശിവർമ്മയും അല്ലേ?